നമ്മളൊക്കെ ഫോണിന്റെ സൈഡിൽ വോളിയം ബട്ടൺ എന്ന് പറഞ്ഞ രണ്ട് ബട്ടൺ ഉണ്ടാവും. ഏത് ഫോണിന്റെ സൈഡിലും ഉണ്ടാകും കേട്ടോ. അത് ഈ വോളിയം ബട്ടൺ മനസ്സിലാക്കിയോ? നമ്മുടെ ഫോണിന്റെ ഒച്ച കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ രണ്ട് ബട്ടൺ ഇല്ല, നൈസായിട്ട് ഇവിടെ സൈഡിൽ അതിന്റെ ഇതിനകത്ത് പവർ ബട്ടൺ ഉണ്ട്. അത് പോട്ടെ, അത് നമ്മൾ നോക്കുന്നില്ല. ഈ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഈ ബട്ടൺ കൊണ്ട് വേറെയും കാര്യങ്ങൾ ചെയ്യാം. ഉദാഹരണത്തിന് ഒരു പ്രാവശ്യം ഞെക്കുമ്പോഴേക്ക് ടോർച്ച് കത്തി, ഒന്നുകൂടി ഞെക്കി അത് ഓഫായി, ഒന്നുകൂടി ഞെക്കിയാൽ കത്തി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ടൺ മേപ്പർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്യുന്നതിന് ഒന്ന് രണ്ട് പെർമിഷൻ ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ ആപ്ലിക്കേഷന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിന്റെ ഇന്റർഫേസ് വരിക. അവിടെ മേലെ തന്നെ വോളിയം അപ്പ്, വോളിയം ഡൗൺ, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാം. അതിന്റെ താഴോട്ടുള്ള പോട്ടെ, അതാണ് നിൽക്കട്ടെ, നമുക്ക് വേണ്ട. ഇനി നമുക്ക് വോളിയം അപ്പ് ഒന്ന് ഞെക്കുക. അപ്പ് ഞെക്കിയിട്ട് മേലെ കസ്റ്റമൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിന്റെ ടോഗിൾ ഒന്ന് ഓൺ ആക്കിയിടുക. അതിനുശേഷം സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ലോങ് പ്രസ്, മൂന്ന് ഓപ്ഷനാണുള്ളത്. സിംഗിൾ ടാപ്പിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാനിതിൽ സ്ക്രീൻഷോട്ട് സെറ്റ് ചെയ്ത്, അതായത് നമ്മളെ ഒച്ച കൂട്ടുന്ന ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത്, അതിനുശേഷം ഡബിൾ ടാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഞാൻ എന്താ സെറ്റ് ചെയ്യുന്നത്, ഇതിന് വേറെ ഒന്നുണ്ട് കേട്ടോ. മേലെ ആക്ഷൻസ് എന്നുള്ള ഈ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആപ്ലിക്കേഷൻസ് നമുക്ക് ആഡ് ചെയ്യാം, ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം, സിസ്റ്റം സെറ്റിംഗ്സ് ആഡ് ചെയ്യാം, അതുപോലെ മീഡിയ, അഡ്വാൻസ്ഡ്, ഇങ്ങനെ പല കാറ്റഗറിയിലും നമുക്ക് ആഡ് ചെയ്യാം. ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഡബിൾ ടാപ്പിൽ ഓപ്പൺ ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുക, വാട്സപ്പ് അങ്ങ് സെറ്റ് ചെയ്യുക. അതിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ല വാട്സപ്പ്, ഞാൻ അതിൽ വാട്സപ്പ് സെറ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ വന്ന് സിംഗിൾ ടാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, ഡബിൾ ടാപ്പിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം, ലോങ് പ്രസ്സിലും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം. ലോങ് പ്രസ്സിൽ ഞാൻ സ്പ്ലിറ്റ് ഗ്രീനാണ് സെലക്ട് ചെയ്യുന്നത്. അതൊക്കെ കൊടുത്ത് ഇനി നമുക്ക് ബാക്ക് വരാം. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷന്റെ പുറത്ത് വന്ന് ഞാൻ ഒരു സിംഗിൾ ടാപ്പ് ചെയ്യട്ടെ. സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോഴേക്ക് അവിടെ സ്ക്രീൻഷോട്ട് വന്ന് ഇനി ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കട്ടെ. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴേക്ക് വാട്സപ്പ് ഓപ്പൺ ആയി. ഇതുപോലെ തന്നെ നമുക്ക് വോളിയം ഡൗൺ ബട്ടണിലും നമുക്ക് വേണ്ടിയത് സെറ്റ് ചെയ്യാം. വോളിയം ഡൗൺ ബട്ടൺ എടുക്കുക, കസ്റ്റമൈസ് എടുക്കുക, സിംഗിൾ ടാപ്പിൽ ഞാൻ ടോർച്ച് ലൈറ്റ് സെറ്റ് ചെയ്യാം, ടോഗിൾ ഫ്ലാഷ് ലൈറ്റ്. ഇനി നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. കണ്ടോ, ഒരു പ്രാവശ്യം ഞെക്കുമ്പോഴേക്ക് ടോർച്ച് കത്തി, ഒന്നുകൂടി ഞെക്കി അത് ഓഫായി, ഒന്നുകൂടി ഞെക്കിയാൽ കത്തി. അപ്പൊ ടോർച്ച് ലൈറ്റ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത്. അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാനും വളരെ നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് വോളിയം കുറയ്ക്കുന്ന ബട്ടണിലും കൂട്ടുന്ന ബട്ടണിലും 3 ഓപ്ഷൻസിലായിട്ട് 6 ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്ത് വെക്കാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സംഭവം നിങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കൊടുത്തേക്കട്ടോ. ഉപകാരം തോന്നിയിട്ടുണ്ട്, ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.